ക്രിസ്മസിന് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന് നമുക്കൊരു ക്രീം കേക്ക് ആയിരിക്കണം. അത് നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഒരു നല്ല ഡിസൈനിൽ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു ഫ്ലവർ ബൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഉദ്ദേശിച്ചത്. അതേപോലെ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. നമ്മൾ ബട്ടർ ക്രീം ആട്ടോ ഇതിൽ യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും ബട്ടർ ക്രീമിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. മിൽക്ക് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത്, അതായത് 29-ാം തീയതി ആയിരുന്നു. അപ്പോൾ അവരിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ന്യൂ ഇയറും അതും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മളൊരു റെഡ് റോസാണ് വരയ്ക്കുന്നത്. ഈ റോസ് വരയ്ക്കുന്ന നോസിൽ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഫ്ലവറിൻ്റെ മറ്റേ ബാസ്ക്കറ്റ് പോലെ ചെയ്തു. അത് കഴിഞ്ഞ് റോസ് വരച്ചു. ബട്ടർ ക്രീമിൽ ഞാൻ അധികം പണി അങ്ങോട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് പണി കിട്ടി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റോസ്, ഒന്നാമത്തെ കാര്യം ക്രീം തികഞ്ഞില്ല. ലാസ്റ്റ് വരെ എനിക്കൊന്ന് എത്തിക്കാനായിട്ട് തികഞ്ഞില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഒപ്പിച്ച് വെച്ചു. പക്ഷേ ക്രീം ലൂസായിപ്പോയി ലാസ്റ്റ് ആയപ്പോഴേക്കും. അപ്പോൾ നമുക്ക് ആ റോസിൻ്റെ ആ കറക്റ്റ് ഷേപ്പൊന്നും ഫോം ആവുന്നില്ല. പിന്നെ ഞാനത് വീഡിയോയിൽ അത് അങ്ങനെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണല്ലോ, കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ.